ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഒമാന്റെ വിവിധ ഭാഗങ്ങളിൽ പൊടിക്കാറ്റ് രൂക്ഷമായി. നിരവധി പാതകളിലാണ് മണൽ നിറഞ്ഞത്. തുറന്ന സ്ഥലങ്ങളിലും മരുഭൂമിയിലും പൊടിക്കാറ്റ് ശക്തമാകുമെന്ന് റോയൽ ഒമാൻ പോലീസ് മുന്നറിയിപ്പും നൽകി. അതേസമയം വടക്കൻ ഗവർണറേറ്റുകളിലാണ് പൊടിക്കാറ്റ് ശക്തമായത്. പൊടിപടലങ്ങൾ അനുഭവപ്പെടുന്ന സമയങ്ങളിൽ യാത്രക്കാർ കൂടുതൽ ജാഗ്രത പാലിക്കണം. റോഡുകളിൽ മണൽ നിറയുന്നത് യാത്ര ദുഷ്കരമാക്കും. രാജ്യത്തിന്റെ ഭൂരിഭാഗം സ്ഥലങ്ങളിലും തെളിഞ്ഞ അന്തരീക്ഷമാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി അനുഭവപ്പെട്ടത്. താപനില വീണ്ടും ഉയർന്നു തുടങ്ങി. വിവിധ ഭാഗങ്ങളിൽ 45 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് താപനില അനുഭവപ്പെട്ടത്. സ്വകാര്യ മേഖലയിലെ നിയമന രീതികൾ എളുപ്പമാക്കാൻ പുതിയ സംവിധാനവുമായി തൊഴിൽ മന്ത്രാലയം. ഉഖൂൽ എന്ന പേരിലാണ് ഓൺലൈൻ പ്ലാറ്റ്ഫോം ആരംഭിച്ചത്. ഖത്തറിലെ യൂണിവേഴ്സിറ്റിയിൽ നിന്നും പഠിച്ചിറങ്ങിയവരെ ജോലിക്കെടുക്കാൻ ഇത് സഹായകമാകും. ഗൂഗിൾ ക്ലൗഡ്, മനായ് ഇൻഫോടെക് എന്നിവരുമായി ചേർന്നാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. സ്വദേശിവൽക്കരണത്തിന് പുറത്തുള്ള ജോലികൾക്ക് ഇത് മുൻഗണന നൽകുന്നു. പ്രാദേശിക തൊഴിൽ കമ്പോളത്തെ മെച്ചപ്പെടുത്താനും പുതിയ ആവശ്യങ്ങൾ നിറവേറ്റാനും ഈ പ്ലാറ്റ്ഫോം ലക്ഷ്യമിടുന്നു. തൊഴിൽ മന്ത്രാലയം ഡിജിറ്റൽ രംഗത്തേക്ക് ചുവടുവെക്കുകയാണ്. ഇതിലൂടെ നിയമന സേവനങ്ങൾ കൂടുതൽ എളുപ്പമാകും. ഉഖൂൽ പ്ലാറ്റ്ഫോമിന്റെ ആദ്യഘട്ടം ആരംഭിച്ചു കഴിഞ്ഞു. ഖത്തറിലെ സ്വകാര്യ കമ്പനികൾക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്നും പഠിച്ചിറങ്ങിയവരെ നിയമിക്കാൻ ഇതിലൂടെ സഹായകമാകും. ആധുനിക സാങ്കേതികവിദ്യ ഉപയോഗിച്ച് മന്ത്രാലയത്തിന്റെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുകയാണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത്. ഈ പ്ലാറ്റ്ഫോം വഴി സ്വദേശിവൽക്കരണം ബാധകമല്ലാത്ത ജോലികൾ കണ്ടെത്താം. അതുപോലെ ഉയർന്ന വിദ്യാഭ്യാസം നേടിയ വിദേശികളെ നിയമിക്കാനും സാധിക്കും. ഖത്തറിന്റെ തൊഴിൽ കമ്പോളത്തിൽ ഇത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നേക്കാം. ഖത്തറിൽ പഠിച്ചിറങ്ങിയവർക്ക് കൂടുതൽ അവസരങ്ങൾ നൽകുന്നതിനാണ് ഉഖൂൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇത് ഉപയോഗിക്കാനും എളുപ്പമാണ്. സ്വകാര്യ കമ്പനികൾക്ക് അവരുടെ ആവശ്യത്തിനനുസരിച്ച് ജീവനക്കാരെ തിരഞ്ഞെടുക്കാം. കമ്പനികൾക്ക് ജോലിയുടെ വിവരങ്ങൾ PDF ആയി ഈ സൈറ്റിൽ അപ്ലോഡ് ചെയ്യാം. അല്ലെങ്കിൽ പ്ലാറ്റ്ഫോമിൽ തന്നെ ജോലി ഒഴിവുകൾ ക്രിയേറ്റ് ചെയ്യാം. ഇതിലെ AI ചാറ്റ് ബോട്ട് ഒരു പ്രധാന സവിശേഷതയാണ്. ഇത് തൊഴിൽ വിവരണങ്ങൾ തയ്യാറാക്കാൻ സഹായിക്കുന്നു. AI ചാറ്റ് ബോട്ട് സ്വാഭാവിക ഭാഷാ പ്രോസസ്സിംഗ് ഉപയോഗിക്കുന്നു. ചോദ്യങ്ങൾ ചോദിച്ച് ഓരോ ജോലിയെക്കുറിച്ചുമുള്ള വിവരങ്ങൾ ശേഖരിക്കും. മികച്ച വാചകങ്ങൾ, വിശദമായ രൂപരേഖ, പ്രധാന കാര്യങ്ങൾ എന്നിവ നിർദ്ദേശിക്കുന്നു. ഇത് HR രീതികൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കും. ഓരോ സ്ഥാപനത്തിൻ്റെയും സ്വഭാവം ഇതിൽ നിന്നും മനസ്സിലാക്കാം. ഇത് തൊഴിൽ ദാതാക്കളുടെ സമയം ലാഭിക്കുന്നു. മികച്ച ജീവനക്കാരെ ആകർഷിക്കാനും ഇത് സഹായകമാകും. വിമാനത്താവളത്തിൽ യാത്ര ചെയ്യുന്നവർക്ക് ഇനി എവിടെ നിന്നും ലഗേജ് ചെക്ക് ഇൻ ചെയ്യാം. ദുബായ് വിമാനത്താവളമാണ് ഈ സൗകര്യം ഉടൻ ലഭ്യമാക്കാൻ ഒരുങ്ങുന്നത്. വിമാനത്താവളത്തിന് പുറത്തു നിന്നും 25% ലഗേജുകൾ ചെക്ക് ഇൻ ചെയ്യാനാണ് ലക്ഷ്യമിടുന്നത്. ഇതിലൂടെ വിമാനത്താവളത്തിലെ തിരക്ക് കുറയ്ക്കാം. യാത്രക്കാർക്ക് കൂടുതൽ സൗകര്യം വേഗത്തിൽ ലഭിക്കുകയും ചെയ്യും. ഈ വർഷം ദുബായ് വിമാനത്താവളം 10 കോടി ലഗേജുകൾ കൈകാര്യം ചെയ്യും. ഇതിൽ 20% ലഗേജുകൾ വിമാനത്താവളത്തിന് പുറത്തു നിന്നും ചെക്ക് ഇൻ ചെയ്താൽ ഉപഭോക്താക്കൾക്ക് വലിയ സൗകര്യമാകും. ഡബ്സ് എന്ന കമ്പനിയുമായി ചേർന്ന് ഈ ലക്ഷ്യം നേടാനാണ് ദുബായ് എയർപോർട്ട് ശ്രമിക്കുന്നത്. ഡബ്സ് വീടുകളിൽ നിന്നും ഹോട്ടലുകളിൽ നിന്നും ലഗേജ് എടുത്ത് ബോർഡിംഗ് പാസ് നൽകും. ഹജ്ജ് സീസണിൽ പുണ്യഭൂമിയിൽ താമസിക്കുമ്പോൾ നുസൂക്ക് കാർഡ് ധരിക്കേണ്ടതാണെന്ന് ഒമാനി ഹജ്ജ് മിഷൻ അറിയിച്ചു. ഉടമയ്ക്ക് സാധുവായ ഹജ്ജ് പെർമിറ്റ് ഉണ്ടെന്നും പ്രധാന പുണ്യസ്ഥലങ്ങളിലേക്കുള്ള പ്രവേശനത്തിന് ഇത് അത്യാവശ്യമാണെന്നും അധികൃതർ അറിയിച്ചു. ഇത്തരം കാർഡ് കൈവശം വെച്ചില്ലെങ്കിൽ മക്ക മുക്കറമിലേക്കും പുണ്യസ്ഥലങ്ങളിലേക്കും സൗദി അധികൃതർ പ്രവേശനം അനുവദിക്കില്ല. ശ്രദ്ധിക്കുകയും ഇത് പാലിക്കുകയും ചെയ്യണമെന്ന് ഒമാൻ ഹജ്ജ് മിഷൻ പ്രസ്താവനയിൽ വ്യക്തമാക്കി. നിയമാനുസൃത തീർത്ഥാടകരെ മറ്റുള്ളവരിൽ നിന്നും വേർതിരിക്കാനുള്ള ഔദ്യോഗികവും അംഗീകൃതവുമായ തിരിച്ചറിയൽ കാർഡാണിത്. സ്വകാര്യ വിവരങ്ങൾ, ഐഡന്റിറ്റി നമ്പർ അല്ലെങ്കിൽ ഏകീകൃത റഫറൻസ് നമ്പർ, ആരോഗ്യ വിവരങ്ങൾ, മക്ക, മദീന എന്നിവിടങ്ങളിൽ താമസിക്കുന്ന സ്ഥലം, പുണ്യസ്ഥലങ്ങളിൽ സേവനം നൽകുന്ന കമ്പനികളുടെ പേരുകൾ, അവരുമായി ആശയവിനിമയത്തിനുള്ള മാർഗങ്ങൾ, ഗ്രൂപ്പ് ലീഡറെക്കുറിച്ചുള്ള വിവരങ്ങൾ എന്നിവ ഉൾക്കൊള്ളുന്നതാണ് ഡിജിറ്റൽ കാർഡ്. തീർത്ഥാടകർക്ക് കാര്യക്ഷമമായും വേഗത്തിലും സേവനം ലഭ്യമാക്കാനും ഇത് സഹായകമാണ്. ഹജ്ജ് നിർവഹിക്കുന്ന സമയത്തുടനീളം പുണ്യസ്ഥലങ്ങളിൽ നിന്നും പുറത്തു കടക്കുക, പ്രവേശിക്കുക, യാത്ര ചെയ്യുക എന്നിവയ്ക്ക് കാർഡ് നിർബന്ധമാണ്. വഴിതെറ്റുമ്പോൾ തീർത്ഥാടകനെ എളുപ്പത്തിലും സൗകര്യപ്രദമായും ലക്ഷ്യസ്ഥാനത്തെത്തിക്കാനും ആവശ്യമായ മെഡിക്കൽ സേവനങ്ങൾ ലഭ്യമാക്കാനും കാർഡ് സഹായകമാകും. ഹജ്ജ് പൂർത്തിയാക്കിയതിന്റെ സർട്ടിഫിക്കറ്റും ഇതിൽ അടങ്ങിയിട്ടുണ്ട്.
തവക്കൽന നുസുക് ആപ്ലിക്കേഷനുകളിൽ കാർഡിന്റെ ഇലക്ട്രോണിക് പകർപ്പും സൗദി ഹജ്ജ് ഉംറ മന്ത്രാലയം ഒരുക്കിയിട്ടുണ്ട്. ഇതിലൂടെ കാർഡ് നഷ്ടപ്പെടുമ്പോഴും പരിശോധനാ വേളയിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് മുമ്പാകെ ഡിജിറ്റൽ പതിപ്പ് എളുപ്പത്തിൽ കാണിക്കാനും തീർത്ഥാടകർക്ക് സാധിക്കും. ഒമാനിൽ ഇലക്ട്രിക് ബൈക്ക് ഭക്ഷണ വിതരണ സേവനങ്ങൾക്കായി ഒരു പൈലറ്റ് പദ്ധതി ആരംഭിക്കുന്നതിനായി ഗതാഗത ആശയവിനിമയ വിവര സാങ്കേതിക മന്ത്രാലയം ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. രാജ്യത്തുടനീളം പരിസ്ഥിതി സൗഹൃദവും സുസ്ഥിരവുമായ ഗതാഗത സേവനങ്ങളും പരിഹാരങ്ങളും സ്വീകരിക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി മന്ത്രാലയം വികസിപ്പിച്ചെടുത്ത വിശാലമായ ഗ്രീൻ മൊബിലിറ്റി പദ്ധതിയുടെ ഭാഗമായാണ് ഈ സംരംഭം. അറബ് ലോകത്ത് ഏറ്റവും കുറഞ്ഞ മലിനീകരണമുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഒമാനും 2025 ആഗോള പരിസ്ഥിതി മലിനീകരണ സൂചികയിൽ ഒമാൻ അറബ് ലോകത്ത് 1-ാം സ്ഥാനത്തും ആഗോളതലത്തിൽ 22-ാം സ്ഥാനത്തുമാണ് ഇടം പിടിച്ചത്. ഈ ഉയർന്ന റാങ്കിംഗ് പരിസ്ഥിതി സൂചകങ്ങളിൽ ഒമാന്റെ സ്ഥാനം മെച്ചപ്പെടുത്തുകയും ഹരിത നയങ്ങൾ സ്വീകരിക്കുന്നതിനുള്ള ഒരു മാതൃകയാക്കുകയും ചെയ്യുന്നു. അന്താരാഷ്ട്ര സഹകരണത്തിന് പുതിയ ചക്രവാളങ്ങൾ തുറക്കുകയും സുസ്ഥിര നിക്ഷേപങ്ങളെ ആകർഷിക്കുകയും ചെയ്യും. പ്രത്യേകിച്ചും സാമ്പത്തിക പ്രവർത്തനങ്ങൾക്കായി പരിസ്ഥിതി സുരക്ഷിതമായ രാജ്യങ്ങൾ തേടുന്ന ആഗോള കമ്പനികളിൽ നിന്നും. സാമ്പത്തികമായി റാങ്കിംഗ് സുസ്ഥിരതയ്ക്ക് മുൻഗണന നൽകുന്ന അന്താരാഷ്ട്ര സ്ഥാപനങ്ങളെയും കമ്പനികളെയും ആകർഷിക്കുന്നതിനും അതുവഴി ഹരിത സമ്പദ്വ്യവസ്ഥ വർദ്ധിപ്പിക്കുന്നതിനും ഒമാനിലെ സുസ്ഥിര വികസനത്തിന്റെ അടിത്തറ ശക്തിപ്പെടുത്തുന്നതിനും സഹായകമാകും. മത്ര കേബിൾ കാർ പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിവേഗത്തിൽ പുരോഗമിക്കുന്നു. സൂഖ്, കോട്ട, മ്യൂസിയം, അൽ ആലം കൊട്ടാരം തുടങ്ങി പ്രദേശത്തിന്റെ മൊത്തം ആകാശക്കാഴ്ചകൾ സമ്മാനിക്കുന്ന പദ്ധതി മത്ര ടൂറിസത്തിന്റെ മുഖം മാറ്റുമെന്ന് ഷബീൻ സിഇഒയും കോ-ഫൗണ്ടറുമായ ഖാലിദ് അൽ നബ്ഹാനി പറഞ്ഞു. ഏകദേശം 12 മാസത്തിനുള്ളിൽ പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നേരത്തെ നഗരസഭാ അധികൃതരും കേബിൾ കാർ പദ്ധതി പ്രവർത്തന പുരോഗതി വിലയിരുത്തിയിരുന്നു. റക്കായിസ് എന്ന പേരിലുള്ള കമ്പനിയാണ് പദ്ധതിയുടെ കരാർ ഏറ്റെടുത്തിരിക്കുന്നത്. കേബിൾ കാർ യാഥാർത്ഥ്യമാക്കുന്നതിനോടൊപ്പം പദ്ധതി നടത്തിപ്പ് ചുമതലയും കമ്പനിക്കായിരിക്കും. മസ്കറ്റ് ഗവർണറേറ്റിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ മത്രയിൽ ഒരുങ്ങുന്ന മത്ര കേബിൾ കാർ കോർണിഷിനോട് ചേർന്നുള്ള സ്ഥലത്തു നിന്നാണ് ആരംഭിക്കുന്നത്. കേബിൾ കാർ റൂട്ട് ഉൾപ്പെടെ നേരത്തെ നിശ്ചയിച്ചിട്ടുണ്ട്. മസ്കറ്റ് ഗവർണറേറ്റിൽ കൂടുതൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതായിരിക്കും കേബിൾ കാർ പദ്ധതി. കോർണിഷിലെ ഫിഷ് മാർക്കറ്റ് സ്റ്റാൻഡിൽ നിന്നായിരിക്കും കേബിൾ കാർ യാത്ര ആരംഭിക്കുക. റിയാം പാർക്കിന് മുന്നിലായിരിക്കും അടുത്ത സ്റ്റോപ്പ്. റൈഡർമാർക്ക് വിശ്രമിക്കാനും പാനീയങ്ങൾ കുടിക്കാനുമുള്ള സ്റ്റോപ്പായി ഇത് പ്രവർത്തിക്കും. പദ്ധതിയുടെ ആകൃതി ഏകദേശം 5 കിലോമീറ്റർ ദൂരത്തേക്ക് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ വി പോലെയായിരിക്കും. ഒരാൾക്ക് 4 മുതൽ 6 റിയാൽ വരെ ചെലവ് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 34 കേബിൾ കാറുകളായിരിക്കും ഉണ്ടാകുക എന്നാണ് നിലവിൽ ലഭിക്കുന്ന സൂചന. ഒമാനിലേക്ക് നിയമവിരുദ്ധമായി പ്രവേശിക്കാൻ ശ്രമിച്ച 12 പേർ അറസ്റ്റിലായി. 7 ബംഗ്ലാദേശികൾ, 3 എത്യോപ്യക്കാർ, 1 യമനി, 1 പാകിസ്ഥാനി എന്നിവരാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പിടിയിലായതെന്ന് റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു. തൊഴിൽ, താമസ നിയമങ്ങൾ ലംഘിച്ച് നിയമവിരുദ്ധമായി രാജ്യത്ത് പ്രവേശിച്ച ഇവരെ ബുറൈമി ഗവർണറേറ്റ് പോലീസ് കമാൻഡിന്റെ ഡയറക്ടറേറ്റ് ഓഫ് എൻക്വയറീസ് ആൻഡ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻസാണ് പിടികൂടിയത്. നിയമ നടപടികൾ പൂർത്തിയാക്കി വരികയാണെന്ന് അധികൃതർ പ്രസ്താവനയിൽ വ്യക്തമാക്കി.